ആയിട്ട് ശ്രീലേഖ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചാണത്. അതിലേക്ക് പോകാൻ തത്സമയം. ആദ്യ ടൈമിൽ 1.5 വർഷം, ഈ ടൈമിൽ ഇപ്പൊ 6 വർഷം. നേരത്തെ ശ്രീമതി ബിന്ദു കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് മധുസൂദനൻ നായർ കൗൺസിലറായി. ആ സമയത്തൊക്കെ അവിടെ തന്നെയാണ് ഓഫീസ്. അന്ന് ഈ രൂപത്തിലല്ല. മനസ്സിലാക്കേണ്ട, ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഈ പാർട്ടീഷനും ഈ സംവിധാനവും ഒക്കെ ഉണ്ടാക്കിയത് നമ്മൾ വാടകയ്ക്ക് എടുത്തതിന് ശേഷം ചെയ്തതാണ്. അല്ല, ഇത് നിർമ്മിച്ചത് ഞാനാണ്. മേയറായിരുന്ന സമയത്താണ്. അല്ല അത് നമുക്ക് ആലോചിക്കാം, പിന്നീട് ആലോചിക്കാം നമുക്ക്. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ ഇത് നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. ഞങ്ങൾ സൗഹൃദം. എന്റെ അനിയൻ തന്നെയാണ്. ഞാൻ മോനേന്ന് സംസാരിക്കുന്ന ആളാണ്. അതിലൊരു തർക്കവും നമ്മളില്ല. ഒരു തർക്കവുമില്ല. ഇപ്പൊ പ്രശാന്തിനെ ഈ 3 മാസം കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ അഭ്യർത്ഥിച്ചെന്നേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. 7 വർഷം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാഡം അവിടെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് വരാനില്ല. അത്രയും മാത്രം മതി. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനി പോവാം. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞതെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. ആർ ശ്രീലേഖയും MLA VK പ്രശാന്തും ഒരേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കും. ഹരിമോഹൻ തുടരുന്നുണ്ട്. ഹരിമോഹൻ, അവർ തമ്മിൽ പറഞ്ഞ് ഒന്നിച്ച് ഒരേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആർക്കത് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം, അല്ലേ? ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത്, ഹരി? ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വാടക പീരീഡ് തീരുന്നത് വരെ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ സഹോദരനെ തുല്യനായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് സൂചിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ വിഷയം ഇതായപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത്. അല്ലാതെ ഞാൻ നാളെ തന്നെ ഞാൻ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത്.